ആണ്ട് നേർച്ചയിൽ ആന വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. മിക്കയുടെ അഭിപ്രായം പറയുന്നുണ്ട്. അബൂബിലാൽ എവിടെയാണ്? ഭായി, ഞാൻ ചെന്നൈയിലാണ്. ഹസീബ് വടക്കൻ, സുഖം, സന്തോഷം. ഹലോ. അപ്പോ ഈ ആണ്ട് നേർച്ചയില് ഒരു ആന പാപ്പാനെ കുത്തിക്കൊല്ലുന്ന ഭയാനകരമായ ഒരു കാഴ്ചയാണ്. നമ്മളെല്ലാവരും ആ വീഡിയോ കണ്ടതാണ് അല്ലേ? ആണ്ട് നേർച്ചയോടൊന്നും നമുക്ക് യോജിപ്പില്ല. പിന്നെ ഓരോ നാട്ടിൽ നടക്കുന്ന ആചാരങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾക്കറിയില്ലല്ലോ. ആണ്ട് നേർച്ചയോട് ഇങ്ങനെയുള്ള ആണ്ട് നേർച്ചയോട് യോജിപ്പില്ല എന്നല്ല കേട്ടോ. അത് ഓരോ നാട്ടിൽ അവരുടെ ഇതാണ്. വർഷങ്ങളായി ചിലപ്പോൾ പാരമ്പര്യമായിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തിനാണെങ്കിലും ഈ ആനയൊക്കെ കൊണ്ടുവന്ന് ആനയെ കണ്ടില്ലേ, മരിച്ചുപോയില്ലേ, പാപ്പാൻ പോയില്ലേ, കൊല്ലപ്പെട്ടില്ലേ, ഇതിനിപ്പോ ആരെന്ത് സമാധാനം പറയും? ആ നേർച്ച നടത്തിയ ആളുകൾ എല്ലാവരും കൂടെ ചേർന്നിട്ടേ ഇപ്പൊ ഇന്നലെ എന്റെ ഒരു അഭിപ്രായമാണ്, പറയുമ്പോ ഉള്ളത് ഓപ്പണായി പറയാലോ. ഇന്നലെ കേരളത്തിൽ ഏതൊരു ഭാഗത്ത് നേർച്ച നടത്തിയിട്ട് ആ നേർച്ചയുടെ ഇടയിൽ ആന ഇടഞ്ഞ് ഒരു പാപ്പാനെ കുത്തിക്കൊന്നല്ലോ. ബക്കർഭായി അൽഹംദുലില്ലാ, സന്തോഷം. അതെ, ആബിദ് CP 1000 ഹായ് ഉണ്ട്. അബ്ദുൽ മജീദ് വലൈക്കും സലാം, അൽഹംദുലില്ലാ, സുഖം തന്നെയാണ്. ദമാമിലാണല്ലേ? സന്തോഷം CK ബൈ. അതായത് ഈ കുത്തിക്കൊന്നില്ലേ പാപ്പാനെ, ആ പാപ്പാൻ നല്ല ഗതിയുള്ളവരൊന്നും ഇങ്ങനെയുള്ള വർക്കിന് വരില്ല, ജോലിക്ക് വരില്ല. ഗതികേട് കൊണ്ട് ആനച്ചോറ്, കൊലച്ചോറ്, അദ്ദേഹം കൊല്ലപ്പെട്ടു പോയി. അദ്ദേഹത്തിന് കുടുംബത്തിന് വേണ്ടിയിട്ടേ എന്തെങ്കിലുമൊക്കെ പിരിച്ചിട്ട് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഈ കമ്മിറ്റിക്കാരോടാണ്, നേർച്ച നടത്തിയ കമ്മിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ്, അതുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ അതിനുവേണ്ടി പ്രതികരിക്കാൻ വന്നതല്ല. ദയവ് ചെയ്ത് ആരും വിചാരിക്കരുത്. വനജകുമാരി ഹായ് ആങ്ങളെന്ന്. തീർച്ചയായിട്ടും പെങ്ങളെ ഹായ് ഉണ്ട്. അപ്പോ ഈ കൊല്ലപ്പെട്ട പാപ്പാന്റെ കുടുംബത്തെ പരമാവധി സംരക്ഷിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. ഈ നേർച്ച നടത്തിയ കമ്മിറ്റിക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പാപ്പാൻ കൊല്ലപ്പെട്ടില്ല, എന്ത് കിട്ടും? ആനയെ കൊണ്ടുവന്ന് ആനയ്ക്ക് മതോളകി, ആന കുത്തിക്കൊന്ന്, ഇതൊക്കെ നമ്മളെ കാണാൻ പറ്റുന്നുണ്ടോ? ആ പാപ്പാന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. സെക്കൻഡ് കൊണ്ട് ജീവൻ പോയില്ലേ, വെറും സെക്കൻഡ് കൊണ്ട്. നമ്മൾ കണ്ടതല്ലേ ഫേസ്ബുക്കിലൊക്കെ. എങ്ങനെയാണ് ഇതൊക്കെ കാണാൻ കഴിയുക? ഇപ്പോ എന്തിനു പറയാണെങ്കിൽ ഇനിയിപ്പോ നമ്മളിപ്പോ ഇനി ഇസ്ലാം വിരുദ്ധമായി പറയുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആളുകൾ നമ്മൾക്കെതിരെ പൊങ്കാലിടും. എന്ത് കർമ്മത്തിനാണ്? വലൈക്കും സലാം റിയാസ് ഭായി, ഒരുപാട് പേര് സലാം പറയുന്നുണ്ട്. എല്ലാവരോടും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി തആല ബറകാത്തു. അല്ല, പറയുമ്പോ പറഞ്ഞതാണ്, നാട്ടിൽ അങ്ങനെയാണല്ലോ. സമീർ ഭായി വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അപ്പോ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആനയൊക്കെ കൊണ്ടുവന്നിട്ട്, ആ ഒരു ജീവിയെ കൊണ്ടുവന്നിട്ട്, അതായത് സ്വന്തം മതത്തിൽ വിശ്വസിക്കുകയും മറ്റ് മതത്തെ ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ് നമ്മുടെ സമുദായം നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിനെ മുൻനിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതര മതസ്ഥരെ ആനയെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് പൂരം കഴിക്കുന്നുണ്ട്, എന്റെ നാട്ടിൽ വേല കഴിക്കുന്നുണ്ട്. അതിനോടൊന്നും നമുക്ക് വിയോജിപ്പില്ല. അതായത് വിയോജിപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതര മതസ്ഥരുടെ അവരുടെ ആചാരങ്ങളെ വിമർശിക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ സമുദായത്തിലെ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ, എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റുമല്ലോ. എന്നോട് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. റഫീഖ് ഭായ്, നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല പറയുന്നുണ്ടല്ലോ. ഷെർഫു ഭായ് വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. കടയെ കടച്ചോ? അപ്പോ ആചാരം നമ്മുടെ മതത്തിൽ പറയാത്തതിനെയൊക്കെ പുതിയ പുതിയ ആചാരങ്ങളും കൊണ്ടുവന്നിട്ട് മനുഷ്യനെ ബലി കൊടുക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇനിയിപ്പോ ആരും എന്ത് തെറി പറഞ്ഞാലും വിഷയമൊന്നുമല്ല. തെറി പറഞ്ഞാൽ എനിക്ക് ഏൽക്കൂല. നേർച്ച കമ്മിറ്റിക്ക് കിട്ടുന്നത് മൂക്കിലാക്കാൻ തികയുന്നില്ല, പിന്നല്ലേ പാപ്പാന് കൊടുക്കാൻ. പിന്നെന്താ, ആനയെ കൊണ്ടുവന്നിട്ട് ആനപ്പാപ്പാനെ കുത്തിക്കൊന്നില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ കണ്ടതല്ലേ? പാപ്പാൻ എന്താ പറയാ, ചത്തുപോയി, മരിച്ചുപോയില്ലേ? സമീർ ഭായി അൽഹംദുലില്ലാ, താങ്ക് യു, സന്തോഷം. പാപ്പാന്റെ ആ കുടുംബം പോയില്ലേ, കുടുംബം പട്ടിണിയായില്ലേ? ആര് സമാധാനം പറയും? ആനയിലൂടെ കുത്തേറ്റ് കൊല്ലപ്പെട്ട
ആനപ്പാപ്പാന്റെ വീട്ടുകാർക്ക് നേർച്ച കമ്മിറ്റിക്കാർ പിരിച്ചിട്ട് മാന്യമായ ധനസഹായം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെന്താ പറയാൻ, അവർക്ക് ഇൻഷൂർ കിട്ടുക എന്തോ കിട്ടട്ടെ, അത് വേറെ. നമ്മൾ നമ്മുടെ മര്യാദ കാണിക്കണം. സമുദായത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഓരോ കാര്യങ്ങളും കൊണ്ട് വന്നിട്ട് നേർച്ച നടത്തുക ആനെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ നമ്മുടെ സമുദായത്തിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരുപാട് പണ്ഡിതന്മാര് മതപ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്, നേരിൽ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് വാകുന്ന പരിപാടികൾ എന്താ പറയാ ഈ യൂട്യൂബിലൂടെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്നും നമ്മൾ ആനയെക്കുറിച്ച് പറയുന്നില്ല. ഇതര മതസ്ഥരുടെ ആചാരങ്ങൾക്ക് എതിരല്ല. അവനവന്റെ മതത്തിൽപ്പെട്ടവരുടെ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാതിരുന്നാലൊന്നും ശരിയാവില്ല. ഇപ്പോ ഇതിൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, എന്തോ ആവട്ടെ, നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഖിയാമത്തിന്റെ അടയാളമാണല്ലോ. പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം, പോണവരെങ്ങനെ പോട്ടെ. ഇന്നത്തെ കാലഘട്ടത്ത് മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ മുസ്ലിങ്ങൾ തന്നെ പ്രതികരിച്ചാൽ പോലും ആ മുസ്ലിങ്ങൾക്കെതിരെ പൊങ്കാലിയിടുന്ന കാലഘട്ടങ്ങളാണ് ഇന്ന് കേരളത്തിൽ. ഇവിടെ ഞങ്ങളുടെ നാട്ടില് ഒരു നേർച്ചയ്ക്ക് ആനയടഞ്ഞപ്പോ ആ ആനയടഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിന്റെ പിറ്റേ ദിവസം അഹമ്മദ് കബീർ ബാക്കവിയാണോ നൌഷാദ് ബാക്കവിയാണോ, ഈ രണ്ടുപേരിൽ ആരോ ഒരാള് ഒരു പ്രതികരണം നടത്തി. എന്റെ പൊന്നെ, അതിന്റെ അടിയിൽ കമന്റ് കാണണം. ചിരിച്ച് മതിയാകും. പക്ഷേ ഈ പണ്ഡിതന്മാര് പറഞ്ഞത് എത്രയോ വലിയ സത്യമാണ് എന്നുള്ള ബോധമൊന്നും ഇപ്പോഴത്തെ പാരമ്പര്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊന്നും അറിയുന്നില്ല. അത് തെറ്റാണെന്നുള്ള ബോധം വേണ്ടേ? എന്ത് ചെയ്യാൻ പറ്റും? അതിനെയൊക്കെ സമൂഹം ഈ മുസ്ലിമിന്റെ പേരിൽ നടക്കുന്ന ഈ എന്താ പറയാലേ, ഇങ്ങനെയുള്ള അനീതികൾ അതിനെ ചോദ്യം ചെയ്യണ്ടേ? സമുദായം ചോദ്യം ചെയ്യണം. മുസ്ലിമിന്റെ പേരിൽ, മുസ്ലിം എന്ന പേരിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പാണക്കാട്ട് കുടുംബം നേരിട്ട് ഇടപെടണം. ഇതൊക്കെ ചെയ്യണം. ചെയ്താലേ അവരെ ഒറ്റപ്പെടുത്താനും നോക്കുക. പാരമ്പര്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിനോട് അത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള, മറ്റുള്ളവർ പറയുമ്പോൾ അത് തെറ്റാണ്, അത് ഒരിക്കലും അത് ശരിയല്ല, അതിൽ നിന്ന് തിരുന്തണം, നമ്മൾ മാറണം എന്നുള്ള ചിന്തയൊന്നും മാർക്കില്ലല്ലോ. ഷെർലി ചേച്ചി ഹായിണ്ട്. CK ബൈ അല്ല, പറയുമ്പോ പറയാണ്, ഓരോ ആളുകൾ ഇങ്ങനെ ചോദിക്കുമല്ലോ. അപ്പോ നമ്മൾക്ക് അറിയുന്നതാണെങ്കിൽ ഞാനത് പറയും. അതെ, അഹമ്മദ് കബീർ ബാക്കവിയാണെന്ന് തോന്നുന്നു. ശരിയാണ്. മുഹമ്മദ് ബാവ എവിടെയാണ് കമാൽ ഭായി? ഞാൻ ചെന്നൈയിലാണ് ഭായി. ബാവക്ക് എന്താ വിശേഷങ്ങള്? അങ്ങനെ ഒരു വകല് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. കൊട്ടണം ഇങ്ങനെയുള്ളവരെയൊക്കെ നല്ലപോലെ. ഈ മതം പറയുന്ന, മതപ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാര് കൊട്ടണം. അവരെയൊക്കെ നല്ലപോലെ കൊട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആചാരമല്ല അനാചാരം എന്തൊക്കെയാ നടക്കണത് നമ്മുടെ കേരളത്തില് നടക്കൂട്ടോ. എല്ലാവിടെയൊന്നും നടക്കില്ല. വല്ലാത്ത ദുഃഖമുണ്ട്. ഒരു ജീവൻ പൊലിഞ്ഞുപോയി. ഇനിയിപ്പോ ആ ജീവൻ എന്തായാലും തിരിച്ചു കിട്ടില്ലെങ്കിലും, പക്ഷേ എന്താ പറയാ, അവർക്ക് മരിച്ചുപോയ കൊല്ലപ്പെട്ട പാപ്പാന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യണമെന്ന്. അതാണ് വേണ്ടത്. ഒരു മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത കമ്മിറ്റിക്കാരാണെങ്കിൽ അത് ചെയ്യണം. ദുഃഖമുണ്ട്. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. ഇങ്ങനെയുള്ള ആചാരങ്ങളുമായി ആരും വരരുത്. ഇതിനൊക്കെ അവസാനിപ്പിക്കേണ്ട കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. ഇനിയിപ്പോ ആരൊക്കെ നമുക്കെതിരെ വരുമോ എന്ന് എനിക്കറിയില്ല. പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? അത് പോട്ടെ, അതൊക്കെ അതിന്റെ വഴിക്ക് പോകും. ഓരോ ദിവസം കണ്ടില്ലേ എന്തൊക്കെയാ നടക്കണത്? മാതാവിനെയും പിതാവിനെയും ഇറക്കിവിടുന്ന മോള് തിരുവനന്തപുരത്ത് നടന്ന സംഭവമാണ് കേട്ടോ. 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച മാതാവിനെയും ആ പ്രസവിക്കാൻ കാരണക്കാരനായ പിതാവിനെയും വീട്ടിൽ നിന്നും പടിയടച്ച് പുണ്ടം വെച്ച മോള് അവസാനം പോലീസുകാര്, അധികാരി വർഗങ്ങളായ, അതായത് നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട നിയമപാലകര് ഈ മോൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിന് കേസെടുത്തപ്പോ ആ മോൾ അയഞ്ഞു, വീട് വിട്ടുകൊടുത്തു. നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത് കേട്ടോ. മാതാവിനെയും പിതാവിനെയും ഇറക്കി വിടുക. ദൈവങ്ങളാണ് ദൈവങ്ങള്. അവരെ ഇറക്കി വിട്ടുകൊണ്ട് സ്വന്തം മരുമോനും മോളും കൂടെ വീട്ടിൽ അന്തസ്സോടെ ഉണ്ടാക്കാലോ. എങ്ങനെ? നല്ലപോലെ ഉണ്ടാക്കാം. ആരുടെ ശല്യമില്ലല്ലോ. ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ മാതാപിതാക്കൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ മോൾ ഉണ്ടാവില്ല എന്നുള്ള ചിന്തയൊന്നും ഈ മോൾക്കില്ല. അങ്ങനെ കളക്ടർ ബ്രോ ഇടപെട്ടു അല്ലേ?
ഇടപെട്ടു. അവരെ തിരിച്ച് ആ വീട്ടിൽ തന്നെ കൊണ്ടിരുത്തി 3 മക്കളോട് മാസം മൊത്തം ടോട്ടലി 10,000 രൂപ കൊടുക്കണമെന്നുള്ള ഒരു ഉത്തരവിറക്കി. മാതാപിതാക്കളെ ആക്രമിക്കുക, അച്ഛനെ കൊല്ലുക, കാമുകനെ കൊല്ലുക, കഷായം കൊടുക്കുക, വെട്ടിക്കൊല്ലുക. എന്റെ നാട്ടിൽ ചെന്താമര കണ്ടില്ലേ? നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? 3 എണ്ണത്തിനെ തട്ടിയില്ലേ? നിയമം എങ്ങനെയാണ്? 2025 നല്ല നല്ല വാർത്തകൾ കേൾക്കട്ടെ പടച്ചവനെന്ന് നമ്മൾ നിസ്കരിക്കുമ്പോൾ ദുആ ചെയ്യാറുണ്ട്. പക്ഷേ 2025 വെറും കൊലപാതകവും വയലൻസുമാണ് സഹോദരി സഹോദരന്മാരെ. അത് കേൾക്കുമ്പോ, അത് സോഷ്യൽ മീഡിയയിലൂടെ, TV ചാനലുകളിലൂടെ അതൊക്കെ കാണുമ്പോ വല്ലാത്ത ദുഃഖമാണ് രേഖപ്പെടുത്താനുള്ളത്. നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നത് എന്ന് നമുക്ക് പോലും അറിയുന്നില്ല. ഇന്നത്തെ സാഹചര്യം, ഇന്നത്തെ കാലഘട്ടങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? വനിത ചേച്ചി സൗദിയിലല്ല, ഇന്ത്യയിൽ തന്നെയുണ്ട്, തമിഴ്നാട്ടിലാണ്. സത്താർ ഭായി എന്താ ചിരിക്കണത്? ഉള്ളതല്ലേ ഞാൻ പറഞ്ഞത്. ഭാര്യയുടെ, അതായത് ഭാര്യയുടെ അനിയത്തി ഭർത്താവിനെയും കൊണ്ട് പോയി. അളിയനല്ലേ, ഓടിപ്പോയി ലൈവ് ഇടുകയാണ് ഫേസ്ബുക്കില്. കാലം പോയ പോക്ക് നോക്കണം. സ്വന്തം ഭർത്താവിനെ സ്വന്തം അനിയത്തി തട്ടിയെടുക്കുകയാണ്. എന്നിട്ട് ലൈവ് ഇടുകയാണ്. ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് പോയത്. ചേച്ചിന്റെ ജീവിതം നായി നക്കി. അനിയത്തി ഭർത്താവിനെയും കൊണ്ടുപോയി, അളിയനെയും കൊണ്ടുപോയി. എന്തൊക്കെയാ നമ്മുടെ കേരളത്തിൽ നടക്കണല്ലേ? അവനവന്റെ കുടുംബത്തിൽ വരണം, അപ്പൊ നല്ല രസമായിരിക്കും. ഇത് പിന്നെ ആരാ എന്റെ കുടുംബത്താകുമ്പോ നമുക്കൊക്കെ, ഞാനടക്കം അടങ്ങുന്ന ആളുകള് നമുക്കിങ്ങനെ ആലോചിച്ച് ചിരിക്കാം. പക്ഷെ കാലം ഇങ്ങനെയൊന്നും ഒരിക്കലും മാറും എന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അംജിത് ചാന്ദ് മുഹമ്മദ് ഭായ്, എന്താ വിശേഷങ്ങള്? സുഖമല്ലേ? കുവൈത്തിൽ നല്ല തണുപ്പാണോ ചൂടാണോ എന്താണ് പറയൂ. സലാം ക ചെന്നൈയിൽ എവിടെയുണ്ടെന്ന്? ഞാനിപ്പോ പെരുങ്കുടിയിലുണ്ട്. പെരുങ്കുടി. എന്താ വിശേഷം? നിങ്ങൾ ചെന്നൈയിൽ എവിടെയാണ്? വലുതവണ അറിയിക്കണേ. ഷുക്കൂർ ഭായി, എന്താ വിശേഷം? ഇതൊക്കെ ഒരു രസമല്ലേന്ന്? ഫേസ്ബുക്കിൽ 4 ആളോട് 4 നല്ല കാര്യങ്ങൾ പറയുക, നാട്ടിൽ നടക്കുന്ന അനീതികളെ അതിനെക്കുറിച്ച് പറയുക, നല്ലത് പറയുക. ഇപ്പൊ മാതാപിതാക്കളെ ആട്ടിപ്പായിക്കുന്ന ഈ കാലഘട്ടങ്ങളാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയും രക്ഷയില്ല. ഈ ആട്ടിപ്പായിക്കുന്ന മക്കൾക്കും നാളെ വയസ്സാകും എന്നുള്ള ചിന്തയൊന്നുമില്ല. ഇങ്ങനെ ഓരോന്ന് ചെയ്യാണ്. ഗവൺമെന്റ് സംവിധാനത്തിലെ നിയമങ്ങൾ ശക്തമാണെങ്കിലും, ആ നിയമങ്ങൾ ഉണ്ടെങ്കിലും അത് ശക്തമല്ല. അത് ശക്തമാക്കണം. അത് ശക്തമാക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാവേണ്ടത്. PC ജോർജ് ഒരു മതവിഭാഗത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തോ, വിട്ടുവീഴ്ചകൾ ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ കോടതി ജാമ്യം റദ്ദാക്കി. വീണ്ടും ഹൈക്കോടതി അറസ്റ്റ് ചെയ്യരുത് എന്നാണ് പറയണത്. ഇപ്പോ ഞാൻ അപ്പോഴേ ഒരു മാധ്യമം മീഡിയ വണ്ണോ ഏതിലോ ഞാൻ കണ്ടതാണ്. മുതിർന്ന രാഷ്ട്രീയ നേതാവല്ലേ, ഇനി അങ്ങനെ പറയരുത് എന്നാണ് പറയണത്. എന്താ അത്? ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങള്. ഞങ്ങളുടെ നാട്ടിലെ സെലിബ്രിറ്റി കമറുബായി, മുബാറക് ബായി, എന്താ വിശേഷം പറയും? ശ്രീ പരമ്പത്തൂരാണല്ലോ. പരമ്പത്തൂർ ഞാൻ ഇന്നലെ വന്നല്ലോ ബായി. പേരും കൂടിയിലാണല്ലോ ജോയ്. പെരുങ്കുടി. അതെ, പെരുങ്കുടി. സൗദിയിൽ വർക്ക്, നാട്ടിൽ പാലക്കാട് പട്ടഞ്ചേരിയിലെ അഭിലാഷ് ഏട്ടൻ പാലക്കാട് പട്ടഞ്ചേരിയിലാണ്. പട്ടഞ്ചേരിയിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളുടെ നാട്ടില് ഇപ്പോ ഉള്ളവര്, എന്റെ അയൽവാസിയായ എന്റെ ഒരു പെങ്ങളെ കല്യാണം കഴിച്ചത് സുലൈമാൻ എന്ന് പറയുന്ന ആളാണ്. പട്ടഞ്ചേരിയിൽ, വണ്ടിത്താവളം പട്ടഞ്ചേരിയിൽ. അദ്ദേഹത്തിന്റെ കുടുംബങ്ങളൊക്കെ ഒരുപാടുണ്ട്. അവരെയൊക്കെ ഒരുപാട് അറിയും, നല്ല ബന്ധങ്ങളാണ്. ഷബീർ KV ഹായ് ഉണ്ട്, എന്താ വിശേഷങ്ങളൊക്കെ? അപ്പൊ അങ്ങനെ ഒരു മനസ്സിനൊരു സമാധാനം. ലൈവിലൊക്കെ വന്നപ്പോഴേ 4 ആളോട് സംസാരിക്കാൻ പറ്റിയപ്പോ, ഒരുപാട് പേരുടെ കമന്റുകൾ വായിക്കാൻ കഴിഞ്ഞപ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും. പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സമയം 12:15 ഇന്ത്യൻ സമയം. സൗദി അറേബ്യയിലെ സമയം 9:45. ഖത്തർ, സൗദി, കുവൈത്ത് അല്ലേ? ഒമാൻ മാത്രം 10:45. ദുബായ് 10:45. സുരേഷ് ഏട്ടൻ നമസ്കാരമുണ്ട്. എന്താ സുരേഷ് ഏട്ടൻ വിശേഷം?
സുരേഷ് ബി MKD സുഖമല്ലേ സുരേഷ് ഏട്ടാ? ഫൈസൽ ഭായ് ഹായ് ഉണ്ട്, അബ്ദുൽ അസീസ് ഹായ് ഉണ്ട്, ഫൈസൽ മുഹമ്മദ് വാലേക്കും സലാം വറഹമത്തുള്ള. ജിജോ സൽമാൻ കമറക്ക സുഖമാണ്. ജിജോ നല്ല സുഖോടാ, പരമ സുഖോടാ. നിനക്ക് സുഖമല്ലേ? ദമാമില്, സൗദിയില്, റിയാദില്. സായിദ് TP ഹായ് ഉണ്ട്, മൊയ്തു അപ്പാക്കുട്ടി ഹായ് ഉണ്ട്, ഫൈസൽ മുഹമ്മദ് ഇക്ക എന്താ വിശേഷം ചോദിക്കുന്നത്? അൽഹംദുലില്ലാ സുഖം സന്തോഷം. ജിജോ എന്താ വിശേഷങ്ങള്? പണിയൊക്കെ ഉണ്ടാ? ഡ്യൂട്ടി കഴിഞ്ഞാ? വീട്ടിലെ വൈഫിനും മക്കളും അമ്മയ്ക്കൊക്കെ സുഖമല്ലേ? അംജിത് ഭായ് ഒന്നുമില്ല, വെറുതെ ഒരു രസം സുഖം തന്നെയാണ്. എന്നാലും വെറുതെ ഒന്ന് ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചു. സലാം ഭായ് ആയിക്കോട്ടെ. ഞാൻ വേലച്ചേരിയിലാണ് ഉള്ളത്. ഞാനിപ്പോ പെരുങ്കുടിയിൽ നിൽക്കുന്നത് മാത്രം. വേലച്ചേരിയിലാണ് ഉള്ളത്. ഐ ആം ഫ്രം വയനാട്. വയനാട്ടിൽ വരുമ്പോൾ മെസ്സേജ് അയക്കണേ കാണാൻ. ഷബീർ ഭായ് ഇൻഷാല്ല. ഞാൻ കേണിച്ചിറയിലൊക്കെ മുന്നേ വന്നുകൊണ്ടിരുന്നതാണ്. വയനാട് ബത്തേരി കേണിച്ചിറയില് എന്റെ അളിയൻ അവിടെയായിരുന്നു ജോലി. ഇപ്പോ ആള് നിർത്തി. അതുകൊണ്ട് ഇപ്പോ വയനാട്, ഇപ്പോ മൈസൂര് പോകുമ്പോ ബത്തേരി വന്ന് ബത്തേരിന്ന് ഗുണ്ടിൽപേട്ട വഴിയാണല്ലോ മൈസൂര് പോകുക. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്നല്ലാതെ വയനാട് വന്നിട്ട് 10 വർഷത്തിന് മുകളിലായി. വയനാടൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് ജീവിതത്തില്. ഫൈസൽ മുഹമ്മദ് ഭായ് എന്താ വിശേഷം? റിയാസ് ഭായ് ഹായ് ഉണ്ട്. സലീംക്ക മൊബൈൽ നമ്പർ ഞാൻ സേവ് വയ്ക്കും. നെമ്മാറ ഇപ്പോൾ അറിയപ്പെടുന്നത് വേലയുടെ നിങ്ങളുടെയും പേരിലാണ്. നിങ്ങളെ പുളിക്ക് മുത്തേത് മുബാറക് ഭായ്. വേല എന്ന് പറഞ്ഞാൽ ചില്ലറയാണോ? മതേതരത്വത്തിന്റെ ഈറ്റിലമാണ് നെന്മാറ വല്ലങ്ങി വേല. അതൊരു അടയാളമാണ്. വെറുതെ എന്തെങ്കിലും വായി കൊണ്ട് മുട്ട പൊരിക്കല്ല. ശരിക്കും മതേതരത്വത്തിന്റെ ഈറ്റിലം എന്ന് പറയുന്നത് കാരണം നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് എല്ലാ മതസ്ഥരും ഒരുപോലെ അനുകൂലിച്ചുകൊണ്ടാണ് ആ വേലയിൽ പങ്കെടുക്കുന്നത്. അത് നല്ലൊരു ഉത്സവമാണ്. ഒരുപാട് വെടിക്കെട്ടുകളുണ്ട്. അപകടങ്ങളും ഒന്നും ഇല്ലാതെ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അത് വേറെ വിഷയം. നോലുമ്പ് വെച്ചിട്ട് നമ്മളൊക്കെ ആ വേലയ്ക്ക് എന്താ പറയാ പങ്കെടുക്കും. നടുപാടത്ത് വെടിക്കെട്ട് നടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നോമ്പ് തുറക്കുക. അതൊരു രസമാണ്, അതൊരു ഹരമാണ് കേട്ടോ. ചെറുപ്പം മുതൽ മാതാവിന്റെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ മുതൽ കേൾക്കാൻ തുടങ്ങിയതല്ലേ വെടിക്കെട്ട്. ഇന്നും ആ പഴയ വെടിക്കെട്ടൊന്നും ഇപ്പില്ല. അത് വലിയൊരു ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. വെടിക്കെട്ടിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. എവിടെയെങ്കിലൊക്കെ സ്ട്രോങ് വെടിക്കെട്ടുണ്ടെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കാനും കളക്ടറിന്റെ അടുത്തും ചീഫ് സെക്രട്ടറിന്റെ അടുത്തും മുഖ്യമന്ത്രിന്റെ അടുത്തും കോടതിയിൽ പോയി പരാതി കൊടുക്കാനും പൂരം മുടക്കാനുമുള്ള കുറെ മുടക്കികളുണ്ട് കേരളത്തിൽ. അത് വേറെ വിഷയം. ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്. സുരേഷ് മണ്ണാർക്കാടാണ് അല്ലേ? സുരേഷ് ഏട്ടാ മണ്ണാർക്കാട് സന്തോഷം. തീർച്ചയായിട്ടും ഫൈസൽ ഭായ് അതെന്താ കാണാലോ. സലാം ക വേലച്ചേരി ഞാൻ വരാറുണ്ട്. മിലൻ ഹോട്ടൽ. എനിക്കത് അറിയില്ല കേട്ടോ മിലൻ ഹോട്ടൽ എന്താണെന്ന്. അപ്പോ വെടിക്കെട്ട് ഈ വേലയുടെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ അവിടെ ഹൈന്ദവർ വേല കാണാൻ വരുന്ന ഹൈന്ദവർക്ക് അവിടെ പ്രാർത്ഥിക്കാൻ അവിടെ അമ്പലമുണ്ട്. ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ ക്ഷേത്രമുണ്ട്, അടുത്താണ്. ആ അമ്മയുടെ പേരിൽ, ആ ദേവിയുടെ പേരിലാണ് നടക്കുന്നത് ഉത്സവം. അതുപോലെ ഒരു 1 കിലോമീറ്റർ അപ്പുറേ ശിവക്ഷേത്രമുണ്ട്, 1/4 കിലോമീറ്റർ അപ്പുറേ. അതുപോലെ മസ്ജിദ് ഉണ്ട്, മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ മസ്ജിദ് ഉണ്ട്. അവിടെ വേലയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ജനങ്ങൾ വരുന്നത് കൊണ്ട് അതിനുള്ള എന്താ പറയാ സഹായങ്ങൾ, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് മസ്ജിദിൽ പായും തലകണി ഒരുപാട് കിടക്കാനും ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ മസ്ജിദ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് ക്രൈസ്തവ ദേവാലയമുണ്ട്. അവിടെ പോയി ക്രൈസ്തവ എന്താ പറയാ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവർക്ക് അവിടെയും പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളും അവിടെയും ഇതുപോലെ കിടക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കും. നമ്മളത് കാണണം. നേരിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഹരമാണ്. നെന്മാറ വല്ലങ്ങി വേല അതൊരു മതേതരത്വത്തിന്റെ മതമൈത്രിയുടെ ഒരു ഉത്സവമായിട്ടാണ് കേരളത്തെ അറിയുന്നത്. പ്രത്യേകിച്ച് നെന്മാറയിൽ ഞങ്ങൾ അങ്ങനെയാണ്. അതിന്റെ പേരിൽ ഒരു മതമോ ഒരു ജാതിയോ ഒരു രാഷ്ട്രീയമോ കലർത്താതെ, രാഷ്ട്രീയങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും അവരുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ ഉത്സവത്തിനെ വിജയിപ്പിക്കുന്നത്. അത് നല്ലപോലെ നടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഏപ്രിൽ 3-നാണ്. എല്ലാവരും വരണം, അവിടെ വന്ന് പങ്കെടുക്കണം. വീട്ടിലേക്കൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം വേറൊന്നുമല്ല, വീട് 5 കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പൊ താമസിക്കുന്നത്. നല്ല 1 കിലോ പേപ്പർ വാങ്ങിച്ചു വെക്കും, പാടത്ത് പേപ്പർ വിരിച്ചു തരാം, നമുക്ക് കൂട്ടത്തോടെ സുഖമായി കിടന്നുറങ്ങാം. അതല്ലേ നല്ലത്. ഷെഫീഖ് ഭായ്
യാത്രയിലാണോ? യാത്രയിലൊന്നുമല്ല ഭായി, ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ വിശേഷങ്ങള്? PC ജോർജിന് ജാമ്യം കൊടുത്തു കോർട്ട് അല്ലേ? എന്താണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ അതെന്നെ പറഞ്ഞ് PC ജോർജിന് ജാമ്യം കൊടുത്തു. നാട്ടിലെ അവസ്ഥ പറയാതിരിക്കുന്ന നല്ലത്. കൊലപ്പുള്ളികൾക്കും പീഡനവീരന്മാർക്കും കാട്ടിയും കൂട്ടിയും കൊടുക്കുന്നവർക്കും നിയമം ലംഘിക്കുന്നവർക്കുമുള്ള കാലമാണ് എന്നാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായി ജീവിക്കുന്നവർക്കൊന്നും ഒരു കാലവുമില്ല. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പറയുമെല്ലാം പറയാണ്. എന്തോ ആവട്ടെ, എന്തോ നടക്കട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ അങ്ങനെയാണ് നമ്മുടെ നാട്ടില്. ആരും എന്താ ഒന്നൊരു സുഹൃത്ത് എനിക്ക് വാട്സപ്പിൽ വോയിസ് അയച്ചു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. ജയിലിൽ ഒരു കൊലപ്പുള്ളിയായ ഒരു പെണ്ണിന് വഴിവിട്ട സഹായങ്ങൾ അധികാരികൾ ചെയ്തു കൊടുത്തതായിട്ട് തൊട്ടുള്ള സെല്ലിലുള്ള ഒരു ജയിൽ പുള്ളിയായ ഒരു സ്ത്രീ അതിനെതിരെ ശബ്ദിച്ചപ്പോ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ ഒരുപാട് ചാനലുകളിലും അത് റിപ്പോർട്ട് വന്നിട്ട് ആകെ മൊത്തം മാറിക്കിടക്കുന്നതാണ്. നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അലി OTP അലിക്ക എന്താ വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? ആ ഗ്രീഷ്മയൊക്കെ എന്ത് ചിരിച്ചിട്ടാണ് അല്ലേ? കഷായം ഗ്രീഷ്മ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കഷായം ഗ്രീഷ്മയൊക്കെ എന്ത് സുഖത്തോടെയാണ് ഇരിക്കുന്നത്. തൂക്കിക്കൊല്ലുവോ? ഒരിക്കലുമില്ല. അവർക്ക് നല്ലപോലെ അറിയും. നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോ എത്ര വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും അതിനുള്ള ശിക്ഷ വലുതായിട്ടൊന്നുമില്ല. കുറച്ചു കാലം ഉള്ളിൽ കിടന്നാലും ഒരു കുഴപ്പവുമില്ല എന്ന ധൈര്യത്തോടുകൂടി തെറ്റുകുറ്റങ്ങൾ ചെയ്യും ആളുകൾ, യുവാക്കൾ, ആളുകൾ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. പക്ഷേ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം, നമ്മുടെ നിയമം നല്ല സ്ട്രോങ് ആണെങ്കിൽ അങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ മടിക്കും. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കണ്ടില്ലേ, ഒരു കൊല ചെയ്ത കൊലയ്ക്ക് തിരിച്ചു കൊലയാണ്. അതങ്ങനെയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഈ ഫേസ്ബുക്കിലൂടെ പറയുമ്പോൾ അത് വയലൻസ് ആയിട്ട് വന്നിട്ട് ചിലപ്പോ ഫേസ്ബുക്ക് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയുന്നില്ല. അഭിലാഷേട്ടൻ, നെമ്മാറ വീട് മാട്ടുപ്പാറ അല്ലേ? മാട്ടുപ്പാറയിൽ നമ്മുടെ ഒരുപാട് ജ്യേഷ്ഠന്മാരുണ്ട്, നമ്മുടെ സഹോദരന്മാരുണ്ട്, കൂടെ പഠിച്ചവരുണ്ട്. ഒരുപാട് നല്ല ആളുകളാണ് മാട്ടുപ്പാറയിലുള്ള ആളുകൾ. ഒരുപാട് നല്ല ആളുകളാണ്. മാട്ടുപ്പാറ തൈപ്പൂയ മഹോത്സവം, മാട്ടുപ്പാറയും പാലപ്പറമ്പും രണ്ട് വിഭാഗമായിട്ട് ഫണ്ടുകൾ ഉണ്ടാക്കി നടത്തുന്ന തൈപ്പൂയ മഹോത്സവം അറിയില്ല? പഞ്ചാമൃതം. നമ്മളവിടെ എല്ലാ വർഷവും വരാറുണ്ട്. അപ്പോ അവിടെയുള്ള ഗാനമേളയ്ക്കൊക്കെ പോക്ക് നിർത്തി വർഷങ്ങളായി. ഇപ്പൊ അങ്ങനെയൊന്നും പോകുന്നില്ല. പ്രിയപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരൻ സുഖമാണോ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സുഖമാണ്. നിങ്ങൾക്കും പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താ വിശേഷങ്ങള്? വണ്ടിയിൽ AC ഇട്ടപ്പോ ഭയങ്കര തണുപ്പ്. ഓഫ് ചെയ്തു. കുറെ പേരെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാലോ, അതുകൊണ്ട് അങ്ങനെ വന്നാണ്. അപ്പൊ ഓക്കെ, സമയങ്ങളൊന്നും ഇനി കളയുന്നില്ല. ഒരുപാട് പേർക്ക് ഉറങ്ങണം. പ്രവാസികളായ ആളുകൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുറച്ചു നേരം ഫേസ്ബുക്ക് നോക്കാന്ന് പറയുമ്പോഴായിരിക്കും നമ്മളുടെയൊക്കെ പ്രതികരണം, നമ്മുടെയൊക്കെ ലൈവ്. അപ്പോ ബുദ്ധിമുട്ടിച്ചതിനെ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ല, വെറുതെ നാസർ ഭായി എന്താണ്, റിയാദിലാണോ ദമാമിലാണോ? അല്ല, വെറുതെ ഒരു ലൈവിൽ വന്നാട്ടോ. ഒന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ അടിപൊളി നിയമങ്ങളായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഏത് മതത്തെയും കുറ്റപ്പെടുത്താം, ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാം എന്നുള്ള ഒരു കാലഘട്ടങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്നല്ല, മാറി. അപ്പോ ഒരാളുകൾ ഇങ്ങനെ പറയുമ്പോ അതിന് മറുപടി കൊടുക്കണ്ടേ? ജൂലൈയിൽ ലീവിന് വരുന്നുണ്ട്, നേരിട്ട് കാണാൻ പറ്റുമോ? അഭിലാഷ് ഭായി, തീർച്ചയായിട്ടും. അതിനെന്താ കുഴപ്പം? കാണാൻ പറ്റുമല്ലോ. ഇപ്പൊ ബഹ്റൈനിൽ പോയില്ലേ? ബഹ്റൈനിൽ പോയോ സത്തറ ഭായി? ഓക്കെ, ബായ്, സന്തോഷം. ഇപ്പൊ ബഹ്റൈനിലാണ്, റിയാദിലല്ലേ? ദമാം ടു ബഹ്റൈൻ അടുത്തല്ലേ? വളരെ അടുത്താണല്ലോ. അടിപൊളിയാണ് അല്ലേ? അപ്പൊ എന്താണെങ്കിലും അബ്ദുൽ നാസർ ഭായി വെറുതെ ഒരു ലൈവിൽ വന്നൊന്നുമില്ല, കാരണങ്ങളൊന്നുമില്ല. അപ്പൊ ഓക്കെ, എല്ലാവരോടും സ്നേഹം, സന്തോഷം, സമാധാനം. എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അവസാനമായിട്ട്, ഞാനൊന്നും അങ്ങനെ പറയാറില്ല, അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, താല്പര്യമുള്ളവർക്ക് ഇതിലൂടെ കേൾക്കാം, ഇതിലൂടെ വിടാം.
താല്പര്യം ഇല്ലാത്തവർക്ക് ഇതിലൂടെ കേട്ടിട്ട് ഇതിലൂടെ വിടാം. താല്പര്യമുള്ളവർ മാത്രം അംഗീകരിച്ചാൽ മതി. ഞാൻ പറയാൻ പോവാണ് കേട്ടോ. ഇപ്പൊ 14 പേരുണ്ട്. അതിലെ ഒരാളെങ്കിലും അത് ഉൾക്കൊണ്ടാൽ പടച്ചവൻ എനിക്ക് അതിനുള്ള കൂലി തരും. നമ്മൾ ഇന്ന് ഇങ്ങനെയൊക്കെ ആയത് നമ്മുടെ മാതാപിതാക്കളുടെ ഭിക്ഷയാണ്. അവര് നമ്മളെ പ്രസവിച്ചപ്പോഴാണ്. അവര് നമ്മളെ പൊന്നുപോലെ വളർത്തി വലുതാക്കി നമ്മളെ ഒരു ഉത്തരവാദിത്ത സ്ഥാനത്തിൽ എത്തിച്ച് നമുക്കൊരു പെണ്ണും കെട്ടി തന്ന് കല്യാണം കഴിച്ചെന്നിട്ട് അവസാനം ആ മാതാപിതാക്കളെ ആട്ടിപ്പായിക്കുക, വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ് എന്നല്ല ഞാൻ പറയണത്. ദയവ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമ്മുടെ മാതാപിതാക്കളില്ലെങ്കിൽ നമ്മളില്ല. നമ്മുടെ മാതാപിതാക്കളെയൊക്കെ നമുക്ക് പൊന്നുപോലെ നോക്കാനുള്ള ഭാഗ്യം അള്ളാഹു റബ്ബുൽ-ഇസ്സത്ത് നമുക്കൊക്കെ എല്ലാവർക്കും തരട്ടെ എന്നേ പറയാനുള്ളൂ. അവരെന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ പോലും, അവർ പറഞ്ഞത് തെറ്റാണെങ്കിൽ പോലും തിരിച്ച് താഴ്മയോടെ അങ്ങോട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അവരില്ലെങ്കിൽ നമ്മളില്ല. അവര് പോയാൽ കഴിഞ്ഞു. വീട്ടിന്റെ വിളക്കണഞ്ഞു. വീട്ടിന്റെ വിളക്കണഞ്ഞാൽ കഴിഞ്ഞുപോയി. എന്റെ അനുഭവം പറയാണ്. 25 വർഷങ്ങൾക്ക് മുന്നേ പിതാവ് മരണപ്പെട്ടു പോയി. 5 വർഷങ്ങൾക്ക് മുന്നേ മാതാവ് മരണപ്പെട്ടു പോയി. ദുആ പോയി, പ്രാർത്ഥന നഷ്ടപ്പെട്ടു. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ഇല്ല എന്നൊരിക്കലും പറയുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പവർ വരുമോ? 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച മാതാവ് മക്കളായ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പവർ നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ പ്രാർത്ഥിച്ചാൽ കിട്ടുമോ? കാരണം മാതാപിതാക്കളെയൊക്കെ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന കാലമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ? തിരുവനന്തപുരത്തൊരു പെണ്ണ് ചെയ്തത്. മുഹമ്മദ് ഭായി ചെന്നൈയിൽ തന്നെയാണ്, വേലച്ചേരിയിലുണ്ട്. അപ്പോ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത ദുഃഖം. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാർ 50 ലക്ഷം പേർക്കും 60 ലക്ഷം പേർക്കും പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സന്തോഷമാണ്. ഞങ്ങൾ പെൻഷൻ കൊടുത്തു, 60 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തു, ഇത്ര കോടി രൂപ ഞങ്ങൾ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. 60 ലക്ഷം പേരുടെ വയറ് നിറഞ്ഞില്ലേ, സന്തോഷമായില്ലേ അവർക്ക് എന്ന് മന്ത്രിമാർ പത്രസമ്മേളനം നടത്തുമ്പോൾ പറയാറുണ്ട്. സന്തോഷം തന്നെയാണ്. ആ 60 ലക്ഷം ആളുകൾ, മാതാപിതാക്കളായ ആ 60 ലക്ഷം പെൻഷൻ വാങ്ങുന്ന ആളുകൾ എത്രത്തോളം സംരക്ഷണയോടുകൂടി സ്വന്തം വീട്ടിൽ ഇരിക്കുന്നുണ്ട് എന്ന് ഏതെങ്കിലും അധികാരി വർഗങ്ങളോ, ഏതെങ്കിലും മന്ത്രിമാരോ, ഏതെങ്കിലും മുഖ്യമന്ത്രിയോ, ഏതെങ്കിലും ജില്ലാ കളക്ടർമാരോ, ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ ചോദിക്കുന്നുണ്ടോ? നിങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള സംരക്ഷണമുണ്ടോ എന്ന് ഏതെങ്കിലും രാഷ്ട്രീയക്കാര്, നിങ്ങൾ മാസം 1600 1700 എത്രയാണല്ലോ പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ, ഇത്ര ലക്ഷം പേർക്ക് ഞങ്ങൾ പെൻഷൻ കൊടുത്തു എന്ന് പറയുമ്പോ അത്ര ലക്ഷം പേരും സുരക്ഷിതമാണോ? അവർക്ക് സുരക്ഷിതത്വമുണ്ടോ? സ്വന്തം വീട്ടിൽ അവർ ആക്രമിക്കപ്പെടുന്നുണ്ടോ? അവർക്ക് സന്തോഷമാണോ, സന്തോഷമുള്ള ജീവിതമാണോ ഉള്ളത് എന്ന് അധികാരികൾ ചോദിക്കുന്നുണ്ടോ? ഇല്ല. പരമാവധി അതൊക്കെ ചോദിക്കണം. നമ്മുടെ നാട് നന്നാവണമെങ്കിൽ ആദ്യം വേണ്ടത് മാതാപിതാക്കളെ നല്ലപോലെ നോക്കണം. അതേപോലെ തന്നെ വൃദ്ധസദനങ്ങളിൽ അനാവശ്യമായി കൊണ്ട് തള്ളിവിടുന്ന മക്കളുണ്ടല്ലോ, മാതാപിതാക്കളെ തള്ളിവിട്ടിട്ട് മാസാമാസം കൊടുക്കുന്ന പൈസയിൽ ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണം. അല്ല, അത്രത്തോളം കഴിവുള്ള മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ അടുത്ത് ആ മാതാപിതാക്കളെ തിരിച്ചു പറഞ്ഞയക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വേണം. ഇല്ലെങ്കിലൊന്നും നമ്മുടെ നാട് നന്നാവില്ലമായി. അവരുടെയൊക്കെ ശാപങ്ങൾ കേരളത്തിലേക്ക് എല്ലാവർക്കും കിട്ടും, ഒരു സംശയം വേണ്ട. മാതാപിതാക്കളുടെ ശാപങ്ങളൊന്നും വാങ്ങാതെ നല്ലപോലെ ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ഭാഗ്യങ്ങളും മക്കളായ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എന്റെ മാതാവ് മരണപ്പെട്ടു പോയി, ഞാനിന്ന് വെറും 0 ഇന്നെന്തോ പടച്ച തമ്പുരാന്റെ കാരുണ്യം കൊണ്ട് ജീവിച്ചു പോവാണ്. മാതാവൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ പൊതുസമൂഹത്തിന് മുന്നിൽ തല ഉയർത്തി നെഞ്ചിൻ പിരിച്ച് നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. 5 വർഷങ്ങൾക്ക് മുന്നേ വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ലാട്ടോ. അത് ആ മാതാവില്ലാത്തതിന്റെ വിഷമം തന്നെയാണ്. മാതാവ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അപ്പോ എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ അച്ഛനമ്മമാരെ, നമ്മുടെയൊക്കെ മാതാപിതാക്കളെ പൊന്നുപോലെ നമ്മളെല്ലാവരും സംരക്ഷിക്കുക. ദുനിയാവിൽ എവിടെ പോയാലും ഒന്നും സംഭവിക്കാതെ തിരിച്ചു വരും എന്ന വിശ്വാസം എനിക്കുണ്ട്. എനിക്കത് അനുഭവമുണ്ട്.
കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ എല്ലാവരോടും ഓക്കെ, അസ്സലാമു അലൈക്കും.